ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ധനുമാസത്തിലെ തിരുവാതിര വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. തിരുവാതിര വ്രതമെടുക്കുന്നതിൻ്റെ അന്ന് അരിയാഹാരം ഒഴിവാക്കി ഇതുപോലെ പുഴുക്ക്, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ തിരുവാതിര പുഴുക്ക് തയ്യാറാക്കുന്നതിൻ്റെയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേന, പിന്നെ കൂർക്ക, അതുപോലെ 2-3 ചെറിയ ചേമ്പ്, പിന്നെ മധുരക്കിഴങ്ങ്, ഒരു ചെറിയ നേന്ത്രക്കായ, പിന്നെ ഒരു പകുതി കഷ്ണം കപ്പ, ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അത് തീരെ ചെറിയ കഷ്ണങ്ങളാക്കാതെ ഇതുപോലെ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കുക്കറിൽ വേവിക്കാനായി വെക്കാം. നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചതിന് ശേഷം ഒരു 2 വിസിൽ അടുപ്പിച്ച് നമുക്ക് എടുക്കാം. പുഴുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ഏത് കിഴങ്ങ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ്, കാച്ചിൽ ഇതൊക്കെ ഇടാം. നമുക്കിവിടെ കാച്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് കാച്ചിൽ ചേർക്കാതിരുന്നത്. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് 2-3 ചുവന്നുള്ളിയും 2 പച്ചമുളകും അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ജീരകവും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തിരുവാതിര പുഴുക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്കുള്ള അരപ്പിൽ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ബൗൾ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും പുഴുക്ക് തയ്യാറാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.